ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് കണ്ടോ, നല്ല കോട്ടൺ സാരീസാണ് കേട്ടോ. ഹാൻഡ്ലൂമിൽ വരുന്ന കോട്ടൺ സാരീസും ഉണ്ട്. മാത്രമല്ല ബ്ലാക്ക് സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ എൻക്വയറി ആയി ബ്ലാക്ക് സാരീസിന് വരുന്നു. അപ്പോൾ ഇത് ലിനൻ കോട്ടണിൽ വരുന്ന സാരി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഭയങ്കര അങ്ങനെ സോഫ്റ്റായിട്ട് ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്ത ടൈപ്പല്ല. ഇത് ഇത്തിരി ഒരു സ്റ്റാർച്ചി ടൈപ്പായിട്ടുള്ള ലിനൻ കോട്ടണിൽ വരുന്ന സാരിയാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഒരുപാട് എൻക്വയറിയാണ് ഇപ്പം നമ്മുടെ കോട്ടൺ സാരീസിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്ലാക്കിൽ വരുന്ന സാരിയാണ്, ലിനൻ കോട്ടൺ സാരിയാണ്. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നമുക്ക് ഇത്തിരി ഒരു സ്റ്റാർച്ചുള്ള ടൈപ്പ് ലിനൻ കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ പേര് ചോദിക്കാറുണ്ട്. മറ്റേത് ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്ത പോലത്തെ അല്ലേ വരാറുള്ളത്. അപ്പോൾ അങ്ങനത്തെയും വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിനി വേറൊരു വീഡിയോയിൽ കാണിക്കും. ഇത് ഇത്തിരി ഒരു സ്റ്റാർച്ച്, ഒരുപാട് ഇങ്ങനെ സ്റ്റിഫല്ല, ഒരുപാട് ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നതല്ല. നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. നല്ല ഭംഗിയിൽ ഉടുത്ത അങ്ങനെ നിൽക്കുന്ന സാരിയാണ്. ഇങ്ങനത്തെ ഒരു സിൽവർ ജറി ബോർഡറും വരുന്നുണ്ട്. ഇതാണ് നമ്പർ 1 വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. പല്ലു വരുന്നത് ദാ ഇതേപോലെ കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മളിത് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് കുറേ എൻക്വയറി വരുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. രണ്ട് സൈഡിലും ഇതേപോലത്തെ ഒരു സിൽവർ ജെറി ബോർഡറാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1085 ആണ്. 1085 ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സാരി ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. നല്ല ഭംഗിയുള്ള സാരിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു വിത്ത് ബ്ലൗസ് ബ്ലാക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഹക്കോബ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയിൽ പോകുന്ന സാരിയാണ്. പിന്നെ ഇതുപോലത്തെ സാരിക്ക് റെഡ് ബ്ലൗസും യെല്ലോ ഒക്കെ പെയർ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിങ്ക് അങ്ങനെയൊക്കെ വെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 1085 ആണ്. ഇനി ഇതിൻ്റെ പല ഡിസൈൻസ് വന്നിട്ടുണ്ട്. ബാക്കി മെറ്റീരിയലൊക്കെ സെയിം തന്നെ. അപ്പോൾ അത് കാണാം. പിന്നെ ഇത് ഡ്രൈ ക്ലീൻ ഓൺലി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കളർ ബ്ലീഡിങ് ചാൻസ് ഉണ്ടാവും. ഈ സെമി ലിനനിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾക്ക് കളർ ഗാർഡൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്യാം. അത് നിങ്ങളുടെ ഓൺ റിസ്കിൽ ചെയ്യണം. നമുക്കിത് ഒരു സ്റ്റിക്കറുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. റേറ്റ് വരുന്നത് 1085 ആണ്. അടുത്ത സാരി നമ്പർ 2 ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്നിൻ്റെ ഭംഗിയാണ്. ഇതും ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ എൻക്വയറി ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിലിറ്റി പറയാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഞൊറിഞ്ഞൊക്കെ കൊടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്ലാക്ക് സാരീസിന് എപ്പോഴും ഒരുപാട് എൻക്വയറിയാണ്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി നമ്പർ 3 ആണ്. ഇതേപോലെയാണ് വരുന്നത്. എല്ലാത്തിനും ആ ഒരു ലിനൻ കോട്ടണിൽ വരുന്ന സിൽവർ ജെറി ബോർഡർ ഉണ്ട്. പിന്നെ ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡിസൈൻസും ഉണ്ട്, ബോർഡേഴ്സും ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ആ ബോർഡേഴ്സ് ആണെങ്കിലും അതിലത്തെ ഒരു ഫ്ലവേഴ്സ് ആണെങ്കിലും ഒക്കെ സൂപ്പറാണ്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും കേട്ടോ. നമ്പർ 3 ആണ്. പല്ലു ഇതേപോലെ നല്ല ഭംഗിയുള്ള മൾട്ടിപ്പിൾ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. 1 ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് 1 ലെയറിൽ ഇട്ടാലും ഞൊറിഞ്ഞിട്ടാലും ഒക്കെ സൂപ്പറാണ്. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് സെയിം ആണ്. 1085 ആണ് കേട്ടോ. 1085. അടുത്തത് നമ്പർ 4 ആണ്. ഇങ്ങനെയാണ് കേട്ടോ പ്രിൻസ് വന്നിട്ടുള്ളത്. എല്ലാ പ്രിൻറ്റും ഒന്നിനൊന്നിന് ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള പ്രിൻസ് നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാറ് കേട്ടോ. ഇതേപോലെയാണ്. എല്ലാത്തിനും ടാസിൽസൊക്കെ വന്നിട്ടുണ്ട്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് വിത്ത് ആ ഒരു സിൽവർ ജെറി ബോർഡറാണ്. സാരി ഉടുത്ത് വരുമ്പോൾ നല്ല ഗ്രാൻഡ് ലുക്കായിരിക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിത് ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 5 ആണ്. ഇതാണ് ബ്ലാക്കിലത്തെ ലാസ്റ്റ് ഡിസൈൻ കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. കണ്ടോ, പല്ലു വരുന്നത് ഇതേപോലെ കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള പല്ലുവാണിത്. 1 ലെയറിൽ ഇട്ടാലും സൂപ്പറായിരിക്കും.
ബ്ലൗസ് വരുന്നത് ദാ പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ്. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കുക കേട്ടോ, സെമി ലിനൻ ആയതുകൊണ്ട്. ഉണ്ടോ, ഇത് കറക്റ്റായിട്ട് വെയർ ചെയ്ത് ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും. നമുക്കിത് ഫംഗ്ഷനും ബ്ലാക്ക് സാരി യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. റേറ്റ് വരുന്നത് 1085 1085 ആണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് സാരീസ് ഇവിടെ കൊണ്ട് തീർന്നു. ഇനി നമുക്ക് അടുത്തത് ഹാൻഡ്ലൂമിൽ വരുന്ന കോട്ടൺ സാരീസ് ഉണ്ട്, അതും കൂടെ കണ്ടു നോക്കാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സിൽ വരുന്ന സാരീസാണ്. അടുത്തത് നമ്പർ 6 ആണ്. ഇതേപോലെ വരുന്നത് കേട്ടോ, നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള സാരീസാണ്. സിമ്പിളാണ്, അതേസമയം എലഗൻ്റ് ആയിട്ടുള്ള സാരീസാണ്. ഇതേപോലെ വരുന്നത് കേട്ടോ. ഫുൾ ബോഡിയിൽ ഇങ്ങനത്തെ ഒരു ലൈൻ പാറ്റേൺ ആണ്. വളരെ തിന്നായിട്ടുള്ളൊരു ലൈൻ പാറ്റേൺ ആണ്. ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ കളറ് പറയാമെന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു കളറ് തന്നെയാണ്, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ ജെറി ലൈൻസും വരുന്നുണ്ട്, അല്ലാതെ 2 കളറിലുള്ള ആ ഒരു ലൈൻ പാറ്റേണിലാണ്. ടാസിൽസും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, സാരിയിൽ നിന്ന് തന്നെയുള്ള ടാസിലാണ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് സെയിം തന്നെയാണ്. എല്ലാ സാരീസിലും റണ്ണിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, ഒട്ടും ചൂടൊന്നും എടുക്കാത്ത നല്ലൊരു സോഫ്റ്റ് കോട്ടണിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഹാൻഡ്ലൂം സാരിയാണ്. റേറ്റ് 1085 തന്നെയാണ്, 1085 ആണ് കേട്ടോ. ഇതൊക്കെ വളരെ കുറച്ച് പീസസേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇനി ഈ ഒരു സെയിം പാറ്റേണിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. 1 ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. സീ ത്രൂ ഒന്നുമല്ല, നല്ല ഭംഗിയാണ്. 1 ലെയറിൽ ഇടാം, നമുക്ക് ഞൊറിഞ്ഞ് വേണമെങ്കിലും ഇടാം. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 7 ആണ്. നേരത്തെ കണ്ടതിൽ നിന്നും ഇത്രയും കൂടി ഒരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. ബോഡി പോർഷൻ ആണെങ്കിലും ബോർഡർ ആണെങ്കിലും കേട്ടോ, അത്ര വ്യത്യാസമുള്ളൂ, ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയായിരിക്കും. നമുക്കിത് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തിളക്കവും മിനുക്കൊന്നും വേണ്ട, അങ്ങനെയുള്ളവർക്ക് നല്ലതാണ്. ഇതേപോലെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ടാസിലൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഈ സാരിയിൽ നിന്ന് തന്നെ വരുന്ന ടാസിൽസാണ്, അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ബ്ലൗസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. സാരിയും ബ്ലൗസും ആ ഒരു സെയിം പാറ്റേണിൽ വരുമ്പോൾ നമുക്ക് ഉടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് നമുക്കിങ്ങനെ ഒരു വണ്ണമൊന്നും തോന്നിക്കുകയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് സെയിം കളറ് സാരിയും ബ്ലൗസും കൂടി ആവുമ്പോൾ. അപ്പോൾ നമുക്കിനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 8 ആണ്. ഇതൊരു പിങ്കിൻ്റെ, ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡിലൊക്കെ വരുന്ന കളറാണ്. ഇതിൻ്റെ ബോർഡേഴ്സ് ഒരു വയലറ്റിൻ്റെ ഷെയ്ഡായിട്ട് വരും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല കംഫർട്ടാണ് ഉടുക്കാൻ വേണ്ടിയിട്ട്. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന സാരിയാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞ് സെറി ലൈൻ പോകുന്നുണ്ട്. പല്ലു ഇതേപോലെയാണ് വരുന്നത്. കണ്ടോ, നല്ല രസമാണ്. പല്ലു വിത്ത് ടാസിലാണ് വരുന്നത്. 1 ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ. ബ്ലൗസ് റണ്ണിങ് ആയി തന്നെയാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഈ കളറിലുള്ള ബ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. റേറ്റ് സെയിം ആണ്, 1085 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 9 ആണ്. ഇത് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് കേട്ടോ. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള സാരീസാണ്. ഭയങ്കര ക്ലാസ് സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ. പല്ലു ഇങ്ങനെയാണ് വരുന്നത്, വിത്ത് ടാസിലാണ്. ബ്ലൗസ് റണ്ണിങ് ആയി തന്നെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1085, 1085 ആണ് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഞൊറിഞ്ഞിടാനും 1 ലെയറിൽ ഇടാനും ഒക്കെ നല്ലതാണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 10 ആണ്. ഇതൊരു ലൈറ്റ് ബ്രൗണും ഡാർക്ക് ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ഇല്ലേ, കോഫി ബ്രൗണിൻ്റെ ഡാർക്ക്, ആ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ വെയർ ചെയ്ത് ഇതിന് ആപ്റ്റായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതേപോലെയാണ് പല്ലു വരുന്നത്. നല്ല ഭംഗിയാണ്. ബ്ലൗസ് റണ്ണിങ് ആയി തന്നെയാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. റേറ്റ് വരുന്നത് 1085 ആണ് കേട്ടോ, 1085. ഇനി അടുത്ത കളർ കാണാം.
നമ്പർ 11 ആണ്. നല്ലൊരു നമ്മുടെ ഒരു ബ്രിക്ക് റെഡും ബ്രൗണും കൂടെ മിക്സ് ആയ പോലത്തെ ഒരു കളറാണ്. ബോഡി പോർഷൻ എല്ലാത്തിലും വളരെ തിന്നായിട്ടുള്ളൊരു ലൈൻ പാറ്റേൺ പോകുന്നുണ്ട്. വളരെ തിന്നാണ് കേട്ടോ, പക്ഷെ ഒരു എലഗൻ ലുക്കാണ് കൊടുക്കുന്നത്. ഇതേപോലെയാണ് ബോർഡർ. അതൊരു ബർഗണ്ടി ഷെയ്ഡിൻ്റെ ആ ഒരു കളറാണ് വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ, നല്ല കോമ്പിനേഷൻസാണ് എല്ലാതും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പല്ലു വരുന്നത് ദാ ഇതേപോലെയാണ്. ബ്ലൗസ് റണ്ണിങ് ആയി തന്നെയാണ്, വിത്ത് ടാസിൽസ് ആയിട്ടാണ് സാരി വന്നിട്ടുള്ളത്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ലൊരു ക്ലാസ് സ്റ്റാൻഡേർഡ് ലുക്കുള്ള സാരീസാണ്. നല്ല സോഫ്റ്റ് ഹാൻഡ്ലൂം കോട്ടൺ സാരീസാണ് കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നോ അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.